കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നമ്മുടെ ശരണ്യയുടെ ക്ഷീണങ്ങളെല്ലാം മാറി. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ശരണ്യയുടെ ക്ഷീണം എത്രയും പെട്ടെന്ന് മാറിയത്. അപ്പം നിങ്ങളെല്ലാവരും തന്ന പ്രാർത്ഥനയും ഒത്തിരി പേര് കമൻറ്റിലൂടെയും വാട്സപ്പ് മെസ്സേജിലൂടെ കുറേ പേര് വിളിച്ച് ചോദിച്ച്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഒരു മേലായിക വന്നപ്പോൾ എല്ലാവരും കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥനയായിട്ട്, അതാണ് ഏറ്റവും വലുത്. അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടെന്നുള്ള ആ ഒരു ഫീല് മനസ്സിലാക്കാൻ സാധിച്ചു. കൂട്ടുകാരെ, പിന്നെ ഇന്നൊരു നല്ലൊരു സന്തോഷ ദിവസം കൂടിയാണ്. അപ്പം അത് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാം. ഒരു വീഡിയോ മില്യൺ കയറി. അതെ, നമ്മുടെ ചപ്പാത്തി കൊണ്ട് പൂരി ഇണക്കിയ ഒരു വീഡിയോ ഉണ്ട്. അന്ന് ശരണ്യൊക്കെ മേലാതെ വന്നതിൻ്റെ അന്ന് രാവിലെ ഇണക്കിയ വീഡിയോയാണ്. ആ വീഡിയോ മില്യൺ കയറിയിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മില്യൺ കയറുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി നമ്മുടെ കൂട്ടുകാരുമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം ആയി വരുന്നു അല്ലേ? കുഴപ്പമില്ലല്ലോ. അതെ, അപ്പം എല്ലാവരും ഇത് കഴിഞ്ഞും ചോദിച്ചു ശരണ്യക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ. അപ്പം അതാണ് കുറേ പേർക്ക് വീഡിയോ വേണം. അതുകൊണ്ടാണ് ഇന്ന് ശരണ്യ വീഡിയോയിൽ വരാൻ മെയിൻ കാരണം. പക്ഷെ ശരണ്യനെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല. ശരണ്യനെ അങ്ങനെ അടുക്കളയിലൊന്നും കയറ്റുന്നില്ല. ശരണ്യക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അമ്മയാണ് പാചകമൊക്കെ ചെയ്യണം അല്ലേ? കപ്പ. അതെ അതെ. അപ്പോൾ അമ്മയാണ് പാചകത്തിലേക്ക് പോകുന്നത്. കപ്പയൊക്കെ അന്ന് മേടിച്ചോണ്ട് വന്നതാണല്ലേ? അന്ന് മേടിച്ചോണ്ട് വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. ശരണ്യ അന്ന് പച്ചക്കറിക്കടയിൽ പോയി നാടൻ കപ്പ. അതെ, അപ്പോൾ നമുക്ക് കപ്പയുടെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ കാപ്പിടിക്കാൻ പോകുന്നതേ ഉള്ളത്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഏത്തപ്പഴം പുഴുങ്ങിയത് അല്ലേ? പിന്നെ പുട്ട് കണ്ട, അടിപൊളി പുട്ട്. പിന്നെ പയറ് തോരൻ കണ്ട, ഏത്തപ്പഴവും. പിന്നെ നമ്മുടെ ഏത്തപ്പഴവും ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് കഴിക്കാൻ പോയാണ്. നിങ്ങളെല്ലാം കഴിച്ചെങ്കിൽ കമന്റ് ചെയ്യണേ. അതെ അതെ, എന്തൊക്കെയാണ് കഴിച്ചെന്നൊക്കെ അല്ലേ? അപ്പം അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ബാക്കി വീഡിയോയില്ലേ. കൂട്ടുകാരെ, ഇതേ കണ്ട ഈ ഇന്നത്തെ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ കണ്ട കൂട്ടുകാരെ. ശരണ്യ അങ്ങനെ റെസ്റ്റിലാണ്, അങ്ങനെ കസേരയിലിരിക്കണം. എന്നാലും അടുക്കള വിട്ടുള്ള പരിപാടി എൻ്റെ ശരണ്യക്കില്ല. ശരണ്യനെ കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നില്ല. അപ്പം അതെ, നമ്മുടെ അമ്മയാണ് പാചകത്തിൽ. അമ്മ എന്നാണ് ഇന്ന് ചെയ്യുന്നത്? കേര. അതെ അതെ അതെ, കണ്ട നമ്മുടെ കേര മീനാണ്. കണ്ട, അതെ അതെ അതെ, പീസാക്കി മേടിച്ചതാണ്. കാരണം അമ്മക്ക് ഇരുന്ന് മീൻ വെട്ടാലൊക്കെ പാടാണ്. കഷ്ണിച്ച് മേടിച്ച്. പിന്നെ ഇന്ന് പിന്നെ കേരയും പിന്നെ എന്നാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളത്? കപ്പ പുഴുങ്ങിയത് ഉണ്ടോ? അല്ല, പുഴുങ്ങിയാ? പുഴുങ്ങാൻ പോണ്. അതേ ഇരിക്കണം അല്ലേ? അപ്പൊ അതേ കണ്ട കൂട്ടുകാരെ, അതേ നമ്മുടെ നാടൻ കപ്പയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ കൂടി ഇന്ന് കപ്പയും കേരക്കറി മുളക് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. കാരണം എൻ്റെ ശരണ്യ ഇന്നാണെന്ന് ഹാപ്പി ആയതല്ലേ? അതെ അതെ, അതുപോലെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കണ്ണ് തെറ്റിയെന്ന് എന്നെങ്കിലും ചെയ്യാൻ ശ്രമിക്കും അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കണം. മീൻ വെട്ടിയല്ല ശരണ്യ. ശരി ശരി. കഴിഞ്ഞ വീഡിയോ ഞാൻ മേലാതെ കിടക്കുന്ന അന്ന് ദിവസം അശ്വതിനെ ചേച്ചി വിളിച്ചായിരുന്നു മാവേലിക്ക്. ആ ചേച്ചിക്ക് കുടുംബത്തിന് ഹായ്. ചേച്ചി പ്രത്യേകം തിരക്കിയായിരുന്നു. അപ്പൊ അത് ഞാൻ മേലാതെ വന്നത്. വീഡിയോക്കകത്തൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതെ അതെ.
മീൻവെട്ടി സഹായിച്ചു തന്നെ. മീൻവെട്ടി സഹായിക്കട്ടെ, ഞാൻ അച്ഛനെ വിളിക്കാം, കപ്പ വിളിക്കാം. കപ്പ പൊളിക്കാനല്ലേ? ആ അച്ഛനാകുമ്പോ പെട്ടെന്ന് പൊളിക്കും. വിളിച്ചത് ചേട്ടാ, അച്ഛന് ഫോൺ വന്നു. വരും വരും. അച്ഛാ ഫോൺ ചെയ്യോ? ഇവിടെ ഫോൺ വന്നിട്ടുണ്ട്, ഞാൻ ചെന്ന് നോക്കട്ടെ. ചെന്ന് നോക്ക്, വിളിച്ചിട്ട് പോരി, കയ്യോടെ വിളിച്ചിട്ട്. ആ ശരി. അമ്മ എന്തോ അച്ഛൻ ഫോൺ ചെയ്തോണ്ടിരിക്കണോണ്ടാ ഞാൻ ചെന്ന് നോക്കിയായിരുന്നു. ആ ഇത് നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ, നമുക്ക് ചേരുന്ന. എന്റെ മോളയച്ചു തന്ന നൈറ്റിയാണ്. അതെ അതെ അതെ, സൂപ്പറാ. അച്ഛാ അച്ഛനെ ഒന്ന് വിളിച്ച. ഫോൺ വെച്ചിട്ട് വന്നില്ല. അച്ഛാ ഞാൻ അച്ഛനെ കയ്യേടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. മീനൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയ അതേ കണ്ട, നല്ല ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ടുണ്ട്. കഴുകിയിട്ടുണ്ട്. അതെ നമ്മുടെ അച്ഛൻ ദേ വരുന്നുണ്ട്. കപ്പ പൊളിക്കാൻ. ആ ഇന്ന് കപ്പയും ചൂര് മുളകും. അതെ പിന്നെ ഇന്ന് മീൻ വെട്ടാൻ മേലല്ല അതല്ല, എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്താ കൊള്ളാന്ന് പറഞ്ഞാൽ വന്നിരിക്കണോ? അതൊന്നും പറയണ്ട, അതിന്റെ പഠിക്കുക അത് പറഞ്ഞ പഠിപ്പിച്ചു എന്താ പറയാ, ഈ മെയിൻ കുക്കറും മെയിൻ പാചകക്കാര് അവര് കപ്പലൊക്കെ കണ്ടില്ല, അതുപോലെയാണ്. എന്നിട്ട് ഇനി അച്ഛന്റെ പണിയെന്ന് വെച്ചെന്നാ നമ്മുടെ ഈ കപ്പ ഒന്ന് പൊളിച്ചെടുക്കണം. ഇത് വേറെ പണിയുണ്ട്, എനിക്ക് മാറാനുണ്ട്, ണ്ട്. എന്നാലും ഞാൻ ശരണ്യക്ക് മേലാത്തോണ്ട് ഞാൻ കൂടി ഒന്നുകൂടി സഹായിക്കാം. സ്ഥാനം മാറി ശരണ്യ ഇങ്ങോട്ട് മാറ്റിയിരുത്തി. അങ്ങനെയെങ്കിലും ഒന്നിരുന്നോ. അതെ അതെ, അച്ഛൻ തന്നെ കപ്പ പൊളിക്കാനായിട്ടൊക്കെ എടുത്തു വെച്ച്. എന്ത് പറ്റി ശരണ്യ ചിരിക്കണം? മറിഞ്ഞു പോയ കപ്പയൊക്കെ, പൊളിക്കാൻ വെച്ച കപ്പയൊക്കെ മറിഞ്ഞു പോയി. ശരണ്യ ഇച്ചിരി മാറിയിരി, വിച്ചാത്തിയുടെ അവിടെ നിന്നൊക്കെ മാറിയിരിക്കും. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഇനി അച്ഛൻ ഇതൊന്ന് പൊളിച്ചൊക്കെ എടുക്കട്ടെ അല്ലേ? ഈ അച്ഛൻ മൊത്തം താഴെ കളയാണ് കേട്ടാ. ശരണ്യനെ കാണാൻ മേല. അതെ അതെ അതെ. അല്ല ഇപ്പൊ രണ്ടാമത്തെ കപ്പ താഴത്ത് കളയല. അതെ എന്നാ അപ്പൊ ഇതെല്ലാം ഒന്ന് പൊളിച്ച് റെഡിയാക്കിയിട്ടൊക്കെ കൂട്ടുകാരെ കാണിക്കാം അല്ലേ? ആ ഒത്തിരി സമയായി. ഇനി ഞങ്ങൾക്ക് സെയിലും പോകേണ്ടതാണ്. മകളിതും പറയുന്നത് അപ്പുറം പറയാം. ഇപ്പൊ ആശ്വാസമായി. കാട്ടില് തനിച്ചായി മര്യാദക്ക് കിടന്ന ആളാണ്. ആ ദിവാങ്കോട്ട് അതാ ആരെയും വന്ന് ഇരിക്കുകയും ചെയ്യലും. എന്നിട്ട് അല്ല അത് ഇപ്പോഴല്ലേ, ഇപ്പൊ ഒന്ന് ചെറിയൊരു ആശ്വാസം തല പൊങ്ങിയിട്ടില്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അല്ല അമ്മ പറയപ്പോഴാണ് ഞാൻ എടുത്തത്. അന്ന് അമ്മ പൊക്കിക്കൊണ്ടാണ് വണ്ടിയിലായിട്ട് ഞാനെടുത്ത് ചിരിക്കാണ്ട് ചിരിക്കാണ്ട് അമ്മയാണ് എടുത്ത് നേരെ. ഞാൻ പിന്നെ വണ്ടിയുടെ ഡോർ തുറന്ന് ഞാനെടുത്ത് സീറ്റെ കൊണ്ടേ ഇരുത്തി. തളർന്നു പോകും പിന്നെ പാവം. അതുകൊണ്ട് ഒന്നും മിണ്ടരുത്. അയ്യോ എന്റെ മക്കളെ, ഇതെല്ലാം പൊളിക്കണതും അരിയണതും ഈ TV-യിൽ നിങ്ങൾ കണ്ടുള്ളതാണ്, ഈ ചാനൽ കണ്ടുള്ളതാണ്. എന്റെ ശരണമാള് പറഞ്ഞത് നിങ്ങൾ കണ്ടോണം കേട്ടോണം എന്താണെന്നുള്ളത് കേട്ടാ. അതിന് കമന്റ് വേറെ വരും. കണ്ട ശരണ്യ, അച്ഛനും മകളും കൂടി ഓളിത്തരാണ്. അതെന്തിനാ? മകൾ എഴുന്നേറ്റ് അച്ഛാ ഇന്ന് നമ്മുടെ വീഡിയോ മില്യൺ കയറിയില്ലേ?
നമ്മുടെ വീഡിയോ മില്യൺ കയറി മില്യൺ കയറി, അത് ശരിയാ. ചപ്പാത്തി കൊണ്ട്. പിന്നെ ശരണ്യ, ഒത്തിരി പേര് നമ്മുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഈ ചപ്പാത്തിയാണ് അത് പൂരിയാണ് അതെങ്ങനെയാണ് ചെയ്യണം. നമുക്ക് പാക്കറ്റ് ചപ്പാത്തി എണ്ണയിലിട്ടെന്നാൽ റെഡിയാകുമെന്ന് ഒക്കെ പറഞ്ഞു. ഇപ്പൊ 40 രൂപ 50 രൂപ കൊടുത്തിട്ട് ചപ്പാത്തി ഇത് മേടിക്കുക. അത് എണ്ണയില് സിമ്പിൾ, അതാണ് എളുപ്പം. ഇപ്പൊ ആർക്കും പരുത്താരും ഒന്നും കഴിയത്തൊന്നും ഇല്ല. അതെ. അപ്പൊ എന്ത് ചെയ്താൽ നമ്മൾ പോയി കടയിൽ പോയി ഒരു 40 രൂപ ചപ്പാത്തി മേടിച്ചിട്ട് എണ്ണക്കകത്തിട്ട് പൂരിയാ. അപ്പൊ പൂരിയാകും, വലിയ പൂരിയാകും. അതെ കൂട്ടുകാരെ, അപ്പൊ എന്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം 40 രൂപ ചപ്പാത്തി. പിന്നെ എളുപ്പം ചെയ്യാൻ വേണ്ടി വേറെ ഉണ്ട്. നമ്മൾ മാവ് കൂടിയ ഗോതമ്പ് പൊടിയില്ലേ, അത് മേടിച്ച് ചൂടുവെള്ളത്തിലോ തൈരോ ഒഴിച്ച് കുഴച്ച ഇങ്ങനെ കട്ടി ഇതാക്കി നല്ല നൈസായിട്ടുള്ള അല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. അത് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ എളുപ്പത്തിന് ചിലപ്പോ ഈ ആട്ടല്ലേ, കൂടിയ ആട്ട മേടിച്ചിട്ട് അങ്ങനെ കൂടിയ ആട്ട മേടിച്ചു നമ്മള് ഒരു സ്വല്പം തൈരൊക്കെ ഒഴിച്ച് അതേപോലെ ചെയ്തെന്നാ നല്ല അടിപൊളി. അതെ. അപ്പൊ കൂട്ടുകാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് വേറെന്തോ ഒരു പേര് പറയാനായിട്ട്. അത് ഈ ചപ്പാത്തി അല്ല, നമുക്കും അതിനെപ്പറ്റി അറിയാമല്ലോ. അതല്ല, നമ്മുടെ സാധാ ചപ്പാത്തിയാണ് പൂരിയാക്കിയതല്ലേ. അതെ. അപ്പൊ അതിനൊക്കെ കൂട്ടുകാർ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് അല്ലേ. അച്ഛൻ വർത്താനം പറഞ്ഞ് നിൽക്കണ കപ്പ പൊളിച്ചില്ലല്ലോ, മതിയാ. ആണ് അച്ഛന്റെ അതേപടി വെച്ചിരിക്കണല്ലേ. അതെ അതെ ശരിയാ. ശരണ്യ കപ്പ കൊണ്ട് എന്താ ലൈറ്റ് ഇണക്കിയിട്ടുണ്ട്, പാൽ കപ്പ ഇണക്കിയിട്ടുണ്ട്, കപ്പ കൊണ്ട് പുട്ട്, പച്ചക്കപ്പ കൊണ്ട് പുട്ട് പുഴുങ്ങിയിട്ടുണ്ട് അല്ലേ. എന്തെല്ലാം ചെയ്തത്. എന്നാന്ന് അത് പറഞ്ഞു. അത് കൂട്ടുകാരുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയെന്ന്. കപ്പ കൊണ്ട് അലുവായ അങ്ങനെ കണക്കാവുക. അപ്പൊ എന്റെ ശരണ്യക്ക് ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോ ഉറപ്പായിട്ടും അലുവ ഉണ്ടാക്കാം. അപ്പൊ വേറൊരു കാര്യമുണ്ട്, ശരണ്യക്ക് എപ്പോഴും ഇച്ചിരി ഷുഗറൊക്കെ കുറഞ്ഞു പോകണമല്ലേ, ഇച്ചിരി മധുരമൊക്കെ ചെല്ലട്ടെ അല്ലേ. അതെ. അപ്പൊ ഇത് മൊത്തം ഒന്ന് അരിഞ്ഞിട്ടൊക്കെ കാണിച്ചു തരാം. അല്ലല്ലേ, അടുക്കള ഫാനൊക്കെ വെച്ചിട്ടാണോ നിങ്ങള്? എന്നിട്ട് അടുക്കള ദേവലോകമായല്ലോ പുക കൊണ്ട്. ഞാൻ ഇപ്പൊ ഓഫാക്കി. എന്താന്നോ ഭയങ്കര പുക. നമ്മുടെ ഇതെവിടെ വരെ കറി ആണല്ലേ. കണ്ട നമ്മുടെ കേരക്കറി തിളച്ചണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്തിനുള്ളതാ? ഇത് കപ്പക്ക്. കപ്പയ്ക്കുള്ള മുളക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്താണ് ശരണ്യ? ശരി. ശരണ്യ, എവിടം വരെ നമ്മുടെ പാചകങ്ങൾ? കപ്പ വെന്താ? അതെന്നാണ്? മറ്റേ പച്ചമുളക് അല്ലേ, പച്ചമുളക് അരച്ചത്. അതെ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ് കൂട്ടുകാരെ. ഇത് കണ്ട, ഇത് സൂപ്പർ പച്ചമുളകാണ് കണ്ട. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്ത് കപ്പയുടെ കൂടെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ അമ്മ കപ്പയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. കണ്ട നമ്മുടെ കപ്പ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കേരക്കറിയാണ് എടുത്തല്ലേ, എന്തേ കാണിച്ച് കണ്ട. നല്ല അടിപൊളി കേരക്കറിയാണ്. അങ്ങനെ ഗ്യാസൊക്കെ ഓഫാക്കി അമ്മ പറ്റിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് കഴിച്ചൊന്നും കാണിക്കുന്നില്ല അല്ലേ. അന്നാ ഒന്ന് അച്ഛനെ വിളിച്ചേ. വന്നുണ്ട്. ശരണ്യ ടേസ്റ്റ് ചെയ്താ?
നോക്കി അച്ഛൻ വേണം. ആണ് ശരണ്യ കറിയും കൂടി എടുത്ത് അച്ഛനെടുക്കട്ടെ. കേരക്കറിയും കപ്പയും. കേരക്കറി വെച്ചാ കേരക്കറി കണ്ട അടിപൊളി കേരക്കറിയാണ്. അപ്പൊ എല്ലാരും കൂടി അങ്ങോട്ട് സൂപ്പറാണല്ലേ, അടിപൊളിയാ കണ്ട. കേര കഷ്ണമൊക്കെ എടുത്ത് അമ്മ വെച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് മതി. കുറച്ച് വെച്ചാൽ മതി. സമയം എന്താ എനിക്ക് അപ്പൊ അതെ കപ്പയും കേരക്കറിയും നമ്മുടെ ചമ്മന്തി. ചമ്മന്തിയുടെ കേരക്കറി ഒന്ന് ആ പ്ലേറ്റ് എടുത്തേച്ചാ അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടുക്കളയിൽ ഇരുന്നൊരു ഭക്ഷണം അല്ല, അടുക്കളയിൽ ഇരുന്നൊരു കപ്പ കഴിക്കുന്ന ഇന്ന് കപ്പ തിന്നുന്ന അച്ഛൻ കഴിച്ച് കാണിച്ചത് എങ്ങനെയാന്ന്. ശരണ്യ ഒന്ന് ചെറുതായിട്ട് ടേസ്റ്റ് നോക്കി. ഞാനവിടെ പണിതെണ്ടിക്കണെങ്കിലും വിളിച്ച് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണമെന്നാണ്. അച്ഛൻ അപ്പൊ ഒന്ന് വേഗം ടേസ്റ്റ് ചെയ്യ്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മക്കളെ. ശരണ്യ വെച്ച് കൊടുക്ക്, ശരണ്യ വെച്ച് കൊടുക്കും, ശരണ്യ വെച്ച് തരും. കണ്ടാ നമ്മുടെ മീൻചാറില്ലേ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കണ്ടാ അടിപൊളിയായിട്ട് മീൻ ചാറൊക്കെ അങ്ങോട്ട് ഒഴിച്ച് നമ്മുടെ ഇച്ചിരി മുളകെടുത്ത് നമ്മുടെ ആ മുളക് ഈ മുളക് അങ്ങോട്ട് എടുത്ത് വെച്ച് ഞാനെന്തിനാണ് അതൊക്കെ വായി വെച്ചാൽ പോയി. ആ കണ്ടാ അച്ഛന് എല്ലാരും കൂടിയുള്ള അച്ഛനെ എടുത്തു തന്നതാണ് അച്ഛ. ചാറിലിങ്ങനെ ഇളക്കണം. ഞാൻ ഇളക്കുന്നേ. അപ്പൊ മക്കളെ അപ്പൊ അതെ കണ്ട എല്ലാരും കൂടി കഴിച്ച്. അച്ഛനാണ് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ചെയ്തു വന്നപ്പോ 3 പേരും ചെയ്ത്. അതാണ് അടിപൊളിയാ, സൂപ്പർ. ഞാനെല്ലാം ഉണ്ടാക്കിയിട്ട് അമ്മ ഇന്ന് ശരണ്യക്ക് റെസ്റ്റ് അല്ലായിരുന്നു. ശരണ്യക്ക് റെസ്റ്റ്. അതെ എന്നാലും അത് എടുത്ത് എനിക്ക് തരാം. അപ്പൊ കൂട്ടുകാരെ ഇത് കണ്ട അതെ അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖമായി. അതായത് ചർമ്മയുടെ ക്ഷീണം മാറി ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ മുന്നിലൊക്കെ വരുന്നതായിരിക്കും. Bye bye.